ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഫിഫ വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലാണല്ലോ ഉള്ളത്. സോ ഇനി മുതൽ ഫിഫ വേൾഡ് കപ്പ് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ചാനലിൽ ഫുട്ബോൾ കണ്ടൻസ് കൂടി ചെയ്യാമെന്ന് കരുതുകയാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനി അങ്ങോട്ടും പ്രതീക്ഷിക്കുന്നു. ഏതായാലും ബ്രസീലും മൊറോക്കോയും തമ്മിലുള്ള ബ്രസീലിൻ്റെ ഈ ഒരു വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ സമനിലയിൽ ബ്രസീലിനെ തളച്ചിരിക്കുകയാണല്ലോ മൊറോക്കോ. ഇനിയിപ്പോൾ ബ്രസീലിന് അടുത്ത കളിയുള്ളത് ഹൈറ്റിക്കെതിരെയാണ്. ഈ വരുന്ന ശനിയാഴ്ച രാവിലെ 6 മണിക്കാണ് ഈ ഒരു കളി നടക്കുന്നത്. തീർച്ചയായിട്ടും ബ്രസീലിന് ഇതൊരു മസ്റ്റ് വിൻ ഗെയിം തന്നെയാണ്. ഹൈറ്റിക്കെതിരെ ബ്രസീൽ അനായാസം വിജയിച്ചു കയറുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു മത്സരത്തിലെങ്കിലും നെയ്മർ ജൂനിയർ കളിക്കാൻ ഇറങ്ങുമോ? അതാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടതും. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാന വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുമുണ്ട്. നെയ്മർ വിൽ റിട്ടേൺ ടു ടീം ട്രെയിനിങ് ടുമാറോ ആൻഡ് ഷെഡ്യൂൾഡ് ടു ബി അവൈലബിൾ ഫോർ ദി ഹൈറ്റി മാച്ച് എന്നുള്ളതാണ്. അതായത് ഇന്ന് നടക്കാൻ പോകുന്ന ട്രെയിനിങ്ങിൽ നെയ്മർ പങ്കെടുക്കാനുള്ള സാധ്യതകളാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ശനിയാഴ്ച നടക്കാൻ പോകുന്ന ഈ ഒരു കളിയിൽ നെയ്മർ ജൂനിയർ സ്റ്റാർട്ടിംഗ് 11-ൽ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ കൂടി അദ്ദേഹം ബെഞ്ചിൽ നിന്നെങ്കിലും കളിക്കാൻ ഇറങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളതാണ്. അതായത് എ സ്റ്റാർട്ടിംഗ് റോൾ സ്റ്റിൽ സീംസ് അൺലൈക്ലി ബട്ട് മോർ റിയലിസ്റ്റിക് സിനാരിയോ ഇസ് എ റിട്ടേൺ ഫ്രം ദി ബെഞ്ച് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നെയ്മർ കളിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. ബ്രസീൽ ഹൈറ്റിക്കെതിരെ ഗംഭീരമായിട്ടൊരു പ്രകടനം നടത്തുമെന്നുള്ള വിശ്വാസത്തിൽ അവരുടെ ആരാധകരും കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.